ഹലോ വെൽക്കം ടു anooptube. നമ്മളിന്ന് പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ സി ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചതെല്ലാം ഒരു സ്റ്റാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്മറിയിൽ സ്റ്റാക്കിൽ നമ്മൾ എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡൈനാമിക് ആയിട്ടുള്ള മെമ്മറി അലോക്കേഷൻസ് നമ്മൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ എന്താണ് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് അത് യൂസ് ചെയ്തിട്ടുകൊണ്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്ലേലിസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, എന്താണ് ബാക്കിയുള്ള മെമ്മറി അലോക്കേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു PPT ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ PPTയിലോട്ട് കിടക്കാം. അപ്പോൾ PPTയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനലിലൂടെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തിന് ഒരു ബെൽ ഐക്കൺ ഉണ്ടായിരിക്കും, അതും തട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചെന്തായിരുന്നു, ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ആ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്നത് എല്ലാം എന്താണ്, ഒന്നില്ലെങ്കിൽ ഒരു ഗ്ലോബൽ വേരിയബിൾസ് യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു സ്റ്റാറ്റിക് വേരിയബിൾസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ലോക്കൽ വേരിയബിൾസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ലോക്കൽ വേരിയബിൾസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എന്താണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അതായത് നമ്മുടെ എല്ലാ വീഡിയോസിലും എല്ലാം കമ്പൈൽ ടൈമിലുള്ള മെമ്മറി ക്രിയേഷൻ ആണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എല്ലാ മെമ്മറി അലോക്കേഷൻ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുക, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക കമ്പൈൽ ടൈമിലായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾ. അതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പേര് തന്നിട്ട് ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യുക മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ഈ മെമ്മറി അലോക്കേഷൻ പ്രോസസ്സ് നമുക്ക് നോക്കണം. അതായത് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ മെമ്മറീനെ മാനേജ് ചെയ്യുക, ഒരു പ്രോഗ്രാമിന് മെമ്മറീനെ മാനേജ് ചെയ്യുകയാണെന്ന് നമ്മൾ നോക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇതാണ് നമ്മൾ ഒരു പ്രോഗ്രാമിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി. അതായത് പ്രോഗ്രാമിന് ഒരു ഡെഫിനറ്റ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണോ എല്ലാം ഓരോ പ്രോസസ്സ് വഴിയാണ്, ഓരോ പ്രോസസ്സാണ് റൺ ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിന് എന്ത് ചെയ്യും ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി എന്ത് ചെയ്യും പ്രോഗ്രാം റൺ ചെയ്യാൻ ചെയ്യണ സമയത്ത് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്ത് ചെയ്യും മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ഇതാണ് നമ്മുടെ സെർട്ടൈൻ എമൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രോഗ്രാം എല്ലാം ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റും, ശരിയല്ലേ? അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നതൊക്കെ വേണമെന്നൊക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കുറച്ച് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പ്രോഗ്രാം മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്ത് ചെയ്യും ലോഡ് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ ബൈനറി ആയിട്ടുള്ള നമ്മുടെ മെഷീന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും ലോഡ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നെക്സ്റ്റ് ലോഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അതായത് ഗ്ലോബൽ വേരിയബിൾസ് പറഞ്ഞാൽ നമുക്കറിയാലോ ആ എൻ്റയർ പ്രോഗ്രാമിൽ എന്ത് ചെയ്യും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയും. അതായത് നമ്മൾ പ്രോഗ്രാമിന്റെ പുറത്ത്, അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു കോഡ് ബ്ലോക്കിന്റെ പുറത്ത് നമ്മൾ എന്തെങ്കിലും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ പുറത്ത് എന്തെങ്കിലും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ്. ഓക്കെ, ഈ ഗ്ലോബൽ വേരിയബിൾസ് ഈ സ്റ്റാറ്റിക് വേരിയബിൾസ് ഈ സംഭവത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെ ആയിരിക്കും ഈ ഗ്ലോബൽ വേരിയബിൾസ് സെക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഈ ഗ്ലോബൽ വേരിയബിൾസിനെല്ലാം അതെന്തായിരിക്കും അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാമിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അത്ര സൈസ് മാത്രമേ ഇത് വരുള്ളൂ, അതിൽ കൂടാനും കുറയാനൊന്നും പോകില്ല. അപ്പോൾ അതിന്റെ സൈസ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഈ ഗ്ലോബൽ വേരിയബിൾസ് സെക്ഷനിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് പറയുന്നത് ഈ ലോക്കൽ വേരിയബിൾസ് ആണ്. ലോക്കൽ വേരിയബിൾസിന് സേവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കും. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഫ്രീ മെമ്മറി സ്പേസ് ആണുള്ളത്. അപ്പോൾ ഫ്രീ മെമ്മറി സ്പേസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഫ്രീ മെമ്മറി സ്പേസ്, ഇവിടെയാണ് നമ്മുടെ ലോക്കൽ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ വേരിയബിൾസ് നമുക്ക് പറയാം എപ്പോഴാണ് ഉണ്ടാവുക ഓരോ ഫംഗ്ഷൻസ് കോൾ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക, അല്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പ്രോഗ്രാമിന് മനസ്സിലാവില്ല ഇതിന് എത്ര ലോക്കൽ വേരിയബിൾസ് ഉണ്ടെന്ന് അറിയില്ല. ഓരോ ഫംഗ്ഷൻസും കോൾ ചെയ്യുമ്പോഴാണ് അതിൽ ഓരോ ലോക്കൽ വേരിയബിൾസ് വരിക. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ലോക്കൽ വേരിയബിൾസ് എല്ലാം നശിക്കും, അതായത് ഇല്ലാതാവും. പിന്നെ എന്ത് ചെയ്യും വീണ്ടും ഒരു ഫംഗ്ഷൻ വിളിക്കും, അപ്പോൾ വീണ്ടും ലോക്കൽ വേരിയബിൾസ് ആ ഫംഗ്ഷനുള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും ലോക്കൽ വേരിയബിൾസ് എന്ത് ചെയ്യും ആ സ്റ്റാക്കിലോട്ട് വരും. അതുകൊണ്ടാണ് അത് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയും. ലോക്കൽ വേരിയബിൾസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ത് ചെയ്യും
കുറേ ലോക്കൽ വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ ഇത് താഴോട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഫ്രീ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫ്രീ സ്പേസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോക്കൽ വേരിയബിൾസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, ഓക്കെ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു മെമ്മറി അലോക്കേഷൻ പ്രോസസ്സ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു മെമ്മറി അലോക്കേഷൻ ഇങ്ങനെയാണ് നടക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഗ്ലോബൽ വേരിയബിൾസും സി പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ആണ്. അതായത് അത് പ്രോഗ്രാം റൺ ചെയ്തിടത്തോളം കാലം അത് കോൺസ്റ്റന്റ് ആയിരിക്കും, ശരിയല്ലേ? അത് പെർമനന്റ് സ്റ്റോറേജ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യും, ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് ഗ്ലോബൽ വേരിയബിൾസ് പിന്നെ നമ്മൾ മാറ്റാൻ പോകുന്നില്ലല്ലോ, അത് നമ്മൾ അതിൻ്റെ സൈസ് കുറയാനും പാടില്ല, കൂടാൻ പോകില്ല. പിന്നെ എന്ത് ചെയ്യുക, സി പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒരിക്കലും കൂടാനും പോകില്ല, കുറയാനും പോകില്ല, ശരിയല്ലേ? അതായത് പ്രോഗ്രാം നമ്മുടെ റൺ ചെയ്യുന്ന സമയത്തെല്ലാം അതെന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് പെർമനന്റ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ലോക്കൽ വേരിയബിൾസ്. ലോക്കൽ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്റ്റാക്കിലായിരിക്കും, സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുക. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കിന്റെ ഒരു ഫ്രെയിമിലോട്ടാണ് വരിക, ഓക്കെ. നെക്സ്റ്റ് കോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഫ്രെയിമിലോട്ട് വരും. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ സ്റ്റാക്ക് എന്ത് ചെയ്യും, പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് അതിന് താഴോട്ട് വരും. ഇങ്ങനെയാണ് സ്റ്റാക്ക് അലോക്കേഷൻ ഡീഅലോക്കേഷൻ നടക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഹീപ്പ് മെമ്മറി എന്ന് പറയും, ഓക്കെ. ഹീപ്പ് മെമ്മറി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നതെല്ലാം സ്റ്റാക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ എല്ലാ വേരിയബിൾസും ഉണ്ടാക്കിയിരുന്നത് സ്റ്റാക്ക് അലോക്കേഷനിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതായത് നമ്മൾ എന്തുണ്ടാക്കിയാലും എന്ത് ചെയ്യും, സ്റ്റാക്കിലോട്ട് ഇങ്ങനെ സ്റ്റാക്കാണ് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഹീപ്പിൽ തീരിട്ട് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അലോക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീരീസിൽ എല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് ഹീപ്പ് മെമ്മറീനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹീപ്പ് മെമ്മറീനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഈ ഹീപ്പ് മെമ്മറീനെ മാനേജ് ചെയ്യുന്നത് ഒരിക്കലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അതായത് നമ്മുടെ പ്രോഗ്രാമറാണ് എന്ത് ചെയ്യുന്നത്, ഹീപ്പ് മെമ്മറീനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഹീപ്പ് മെമ്മറിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് റിക്വസ്റ്റ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും, അത് അലോക്കേറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ നമ്മുടെ ചുമതലയാണ് എന്ത്, അതിനെ മാനേജ് ചെയ്യേണ്ടത്. അത് എപ്പോൾ ഡീഅലോക്കേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രോഗ്രാമറാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമാണ് ഡിറ്റർമൈൻ ചെയ്യുക. അതെപ്പോൾ ഒഴിവാക്കണം, അതെപ്പോൾ വീണ്ടും റീഅലോക്കേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീപ്പിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഓവർഫ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കുറേ ഹീപ്പ് വേരിയബിൾസ് അൺഅലോക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺഅലോക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ വേരിയബിൾസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും ഡീഅലോക്കേറ്റ് ചെയ്യുന്നില്ല, വെറുതെ അലോക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ അവസാനം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറി സ്പേസ് തികയാതെ വരും. അപ്പോൾ മെമ്മറി സ്പേസ് തികയാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് മെമ്മറി ഓവർഫ്ലോ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാക്ക് അലോക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻഡ് എക്സ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാക്കിലായിരിക്കും അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അതാണ് ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സാധാരണ വേരിയബിൾ ആയിട്ടാണ് നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ക്യാറിലുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സ്റ്റാക്ക് അലോക്കേഷനാണ്. ഫ്ലോട്ട്, ക്യാർ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ചെയ്യണത് എന്തായിരിക്കും, സ്റ്റാക്ക് അലോക്കേഷനിലായിരിക്കും നമ്മൾ ചെയ്യുക, ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹീപ്പ് അലോക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് ഹീപ്പ് അലോക്കേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇൻഡെക്സ് അല്ലെങ്കിൽ ക്യാർ നെയിം, ഫ്ലോട്ട്, സാലറി, ഫ്ലോട്ട്, ക്യാർ അങ്ങനെ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീപ്പിൽ അതിനെ കൊണ്ടിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹീപ്പിൽ നമുക്കൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീപ്പിൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാലോക്ക്. മാലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ് മെമ്മറി അലോക്കേറ്റർ, ഓക്കെ, അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷൻ, ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാം മാലോക്ക്, അതിൻ്റെ പേരാണ് മാലോക്ക്, മെമ്മറി അലോക്കേഷൻ, ഓക്കെ. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ മെമ്മറി അലോക്കേഷൻ, ഈ മാലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹീപ്പിൽ നമ്മൾ ഒരു സർട്ടൈൻ എമൗണ്ട് ഓഫ് മെമ്മറി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓപ്പറേഷൻ സിസ്റ്റത്തിനോട് പറയും എനിക്ക് ഇത്ര മെമ്മറി എനിക്ക് എന്ത് ചെയ്യണം, ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യണമെന്ന് ഓപ്പറേഷൻ സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കമാൻഡാണ് മാലോക്ക്, ഓക്കെ. അപ്പോൾ മാലോക്കിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് എത്ര സൈസ് വേണം എന്നാണ് എന്ത് ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക. അത് സൈസ് ഓഫ് ദി ബ്ലോക്ക്, അതായത് നമുക്ക് എത്ര സൈസ് വേണം എന്നാണ് എന്ത് ചെയ്യുക, അതിന് പറഞ്ഞു കൊടുക്കുക, മാലോക്കിലോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര സൈസാണ് നമ്മൾ മാലോക്കിലോട്ട് കൊടുത്ത് അത്രയും സൈസ് അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ സാധനം എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇൻറ്റിജറിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നില്ലേ. അപ്പോൾ അതെന്ത് വെച്ചാൽ ഒരു ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു സാധനം റിട്ടേൺ ചെയ്യും. അപ്പോൾ ആ ടൈപ്പ് സാധനം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ. അതൊരു പോയിന്റർ ആയിരിക്കും. മാലോക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഒരു പോയിന്റർ ആയിരിക്കും. മാലോക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. അതായത് മാലോക്കിനോട് നമ്മൾ പറയാണ്, എനിക്കൊരു 4 ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനുള്ളൊരു മെമ്മറി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലോക്ക് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ അതേ കമാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ സിസ്റ്റത്തോട് പറയും. അതായത് മാലോക്ക് ഓഫ് സൈസ് ഓഫ് 4, അതായത് ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണോ അത്രയും സൈസ് എന്ത് ചെയ്യും,
നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറയും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് പറയും, ഓക്കെ ഞാൻ അലോക്കേറ്റ് ചെയ്ത് തരാം. അപ്പോൾ അലോക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്തോളം പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു 4 മെമ്മറി സൈസ് അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ത് ചെയ്യും, മാലോക്കിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ മാലോക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എനിക്ക് റിട്ടേൺ ചെയ്ത് തരും. അതാണ് ഇവിടെ ആ പോയിന്റർ ആയിട്ട് അതിന്റെ അഡ്രസ്സാണ് എനിക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണെന്ത് നമുക്കിവിടെ കിട്ടുക. ആ അലോക്കേഷന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ത് ചെയ്യും, മാലോക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാലോക്ക് ശരിക്കും ഏത് ടൈപ്പിലാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഏത് ടൈപ്പാണ് അതിന് അറിയണ്ടേ. ഇപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ റിട്ടേൺ ചെയ്യും, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ റിട്ടേൺ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു ടൈപ്പിന് റിട്ടേൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. ആ ടൈപ്പാണ് പറയുന്നതാണ് വോയിഡ് ടൈപ്പാണ് മാലോക്ക് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ വോയിഡ് ടൈപ്പ് ആവുകൊണ്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് പോയിന്ററിലോട്ടാണ് അതിനെ കാസ്റ്റ് ചെയ്യേണ്ടത്. അതായത് വോയിഡ് ടൈപ്പിന് അതിന് എന്ത് ചെയ്യും, അത് ഇൻറ്റിജർ ടൈപ്പിലോട്ടാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്ക് ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് പോയിന്ററിലോട്ട് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് മാലോക്ക് എപ്പോഴും ഒരു വോയിഡ് ടൈപ്പ് ഉള്ള ഒരു ഇൻറ്റിജർ ആണ് എന്ത് ചെയ്യുക, അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അത് സൈസ് അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്ത് അതിന്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, അതൊരു വോയിഡ് പോയിന്ററിൽ എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അത് ഇൻറ്റിജറിലോട്ട് ഇവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റിജറിലോട്ട് ഇവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻറ്റിജർ പോയിന്ററിലോട്ട് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഹീപ്പ് അലോക്കേഷനിൽ മാലോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹീപ്പിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സിമ്പിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹീപ്പിൽ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാലോക്ക് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറഞ്ഞു എനിക്കൊരു 4 സൈസുള്ള ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് തരും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമ്മൾ എന്തൊക്കെ അലോക്കേറ്റ് ചെയ്തെന്ന് വെച്ചാലും അതെല്ലാം ഡി അലോക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഡി അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി നമ്മൾക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഫ്രീ. ഓക്കെ, ഫ്രീ ചെയ്യുക, ആ മെമ്മറി എന്ത് ചെയ്യുക, ഫ്രീ ചെയ്യുക. അപ്പോൾ ആ ഫ്രീ ചെയ്യുകയാണത് ഫ്രീ ഓഫ് ഏതാണോ പോയിന്റർ, അതായത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏതാണോ പോയിന്റർ, ആ പോയിന്റർ എന്ത് ചെയ്യുക, പേര് ഉള്ളിലോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി എന്ത് ചെയ്യും, അത് ഡി അലോക്കേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ എല്ലാം ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റിജർ പോയിന്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് കണ്ടായിരുന്നു, ഇൻറ്റിജർ പോയിന്ററാണ് നമ്മൾ മാലോക്ക് വെച്ചിട്ടുണ്ടാക്കിയില്ലേ, ആ സെയിം പോയിന്ററാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഫ്രീയിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഡി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഹീപ്പിൽ ഒരു സാധനം അലോക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം എന്താണ് ഈ മെമ്മറി ഓവർഫ്ലോ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ മെമ്മറി ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത് ഒരു സെർവറിലാണെന്ന് കരുതാം. സെർവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു, നമ്മൾ ഒരിക്കലും ഓഫ് ആക്കാത്തൊരു സംഭവമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം റൺ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും, ശരിയല്ലേ? പക്ഷേ നമ്മുടെ സെർവറിലൊക്കെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് നിൽക്കുന്നില്ല, അത് എന്ത് ചെയ്യും, സ്റ്റില്ലായിട്ട് എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഓരോ റിക്വസ്റ്റ് വരും, ആ റിക്വസ്റ്റിന് എന്ത് ചെയ്യും, അത് റിപ്ലൈ കൊടുക്കും, ഇങ്ങനെ ആയിരിക്കും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹീപ്പിൽ അലോക്കേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡി അലോക്കേറ്റ് ചെയ്യില്ല. അത് നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യില്ല, ഡി അലോക്കേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മെമ്മറി അലോക്കേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഫ്രീ യൂസ് ചെയ്തിട്ട് ഡി അലോക്കേറ്റ് ചെയ്യണം. അതിൻ്റെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസേജ് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഡി അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡി അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡി അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ മെമ്മറി വേറെ ഒരാൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി എന്ത് ചെയ്യും, വെറുതെ കിടക്കും, ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, മെമ്മറി ഓവർഫ്ലോ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഡി അലോക്കേറ്റ് ചെയ്യണം. ഇത്രയും നിങ്ങൾ കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സംഭവം യൂസ് ചെയ്ത് സിമ്പിളായിട്ടൊരു പ്രോഗ്രാം ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ളൊരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാമെന്ന് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഫയലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ dynamic.c എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കി. ഓക്കെ, നമ്മളിപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ void main എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണോ എന്നൊരു ഡെമോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റിജറിൻ്റെ ഒരു സൈസ്, ഒരു ഡൈനാമിക് മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് സാധാരണ നമ്മൾ ചെയ്യണത് എന്തായിരുന്നു, നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഉണ്ടാക്കി എങ്ങനെയാണ്, ഇൻഡെക്സ് = 10, ശരിയല്ലേ? ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ പ്രിൻ്റ് ഓഫ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, GCC dynamic.c ഓക്കെ ./a.out. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇവിടെ 10 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു, ശരിയല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു മെമ്മറി പ്രിന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സെയിം സാധനത്തിന് നമ്മൾ മാലോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൈനാമിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. അതായത് ഹീപ്പിൽ എങ്ങനെയാണ് ഇതിനെ അലോക്കേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡൈനാമിക് ആണ് മെമ്മറി അലൊക്കേഷൻ. അതായത് നമുക്ക് കമ്പൈലറിന് അറിയില്ല അത് എത്രയാണ് മെമ്മറി സൈസ് ചെയ്യാൻ പോകുന്നത് സംഭവം അതിനറിയില്ല. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ റൺ ചെയ്യാൻ പോകുന്നത്. ഇത് എവിടെയാണ് നമുക്ക് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇൻറ്റിജറിൻ്റെ അറേ ഉണ്ട്, ഒരു ഇൻറ്റിജറിൻ്റെ അറേ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഒരു ഇൻറ്റിജറിൻ്റെ അറേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളതിന് സൈസ് പറഞ്ഞു കൊടുക്കണം അല്ലേ, ശരിയല്ലേ? അതായത് ഇപ്പോൾ ഒരു 10 കുട്ടികളുടെ ഇതാണ് സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മൾ 10 നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡൈനാമിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സൈസ് വാരി ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ യൂസറിനോട് പറയാണ്, ഒരു യൂസറിനോട് ചോദിക്കുകയാണ് എത്ര കുട്ടികളുടെ ഇതാണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വേരിയബിൾ അറേ ഉണ്ടാക്കാൻ പറ്റില്ല, ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയത്. ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂസറിനോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ സൈസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് malloc, ശരിയല്ലേ? malloc. ഓക്കെ, malloc നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജറിന്റെ സൈസ് കൊണ്ടല്ലേ. അപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ്, ഒരു ഇൻറ്റിജറിന്റെ സൈസാണ് നമുക്ക് എന്തിനാണ് ഉണ്ടാക്കേണ്ടത്, ശരിയല്ലേ? ഓക്കെ, malloc ഉണ്ടാക്കേണ്ടത്. അപ്പോൾ malloc എന്ത് ചെയ്യും, ഇതിൻ്റെ സൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. അത് റിട്ടേൺ ചെയ്യുന്നതിലേക്കായിരിക്കും ഒരു ഇൻറ്റ് പോയിന്ററിലോട്ടായിരിക്കും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇൻറ്റ് പോയിന്റർ ഓക്കെ, ഇൻറ്റ് പോയിന്റർ ഈക്വൽ ടു malloc. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ. ഓക്കെ, ഇവിടെ എന്തുണ്ടാക്കി, malloc, അതായത് ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് malloc. അതായത് malloc എന്ന് പറയുന്ന സംഭവം std ലൈബ്രറിയിലാണ്, stdlib.hലാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ സി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് ഓഫ് stdlib.h സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതിനെ കമ്പൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരത്തെ ഒരു വാർണിംഗ് വന്നായിരുന്നു, എന്തായിരുന്നത്, ഇൻകോമ്പാറ്റബിൾ ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു malloc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉണ്ടാക്കുന്നത് ഒരു വോയിഡ് ടൈപ്പ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു gcc dynamics.c എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്തതിനെ ./a.out എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പ്രിന്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഇത് നല്ലത് പ്രിന്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഇൻറ്റിജറിന്റെ പോയിന്റർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പോയിന്ററിലോട്ട് എന്ത് ചെയ്യണം, വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കണം, ശരിയല്ലേ? അപ്പോൾ സ്റ്റാർ പോയിന്റർ ഈക്വൽ ടു, അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം, ആ പോയിന്ററിന്റെ വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഓക്കെ, സ്റ്റാർ ptr സേവ് ചെയ്തു. അതിനുശേഷം gcc ഓക്കെ, ഇവിടെ വന്ന് 10 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ /n ഇതാണ് കേട്ടോ, /n ആൻഡ് സേവ് ചെയ്തു. ഓക്കെ, ഇവിടെ 10 എന്ന് വന്നിട്ടുണ്ടല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇവിടെ എന്താണ് ഇൻറ്റ് സ്റ്റാർ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം വോയിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് അറിയില്ല, അതിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോഴൊക്കെയാണ് നമുക്ക് പ്രശ്നം വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻറ്റിജർ സ്റ്റാർ തന്നെ എഴുതണം. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ തന്നെ എഴുതിയിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഓക്കെ, കാരണം ഇതിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യുക, ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇംപ്ലിസിറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ചെയ്ത് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് എറർ ഒന്നും വരാഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മെമ്മറി, ഈ പ്രോഗ്രാം റൺ ചെയ്തിടത്തോളം കാലം എന്ത് ചെയ്യില്ല, ഇത് ഒരിക്കലും ഡിഅലോക്കേറ്റ് ചെയ്യില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ മെമ്മറി ഡിഅലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഓഫ് എന്ത് ചെയ്യണം, പോയിന്റർ ptr. ഓക്കെ, ഫ്രീ ഓഫ് പോയിന്റർ എന്ന് വിളിക്കണം. ഓക്കെ, ഫ്രീ ഓഫ് പോയിന്റർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്തു, ഡിഅലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, ഇത് വീണ്ടും ഒന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം ഓക്കെ, കണ്ടോ എന്താണ്, ഇവിടെ ആദ്യം 10 ഉണ്ടായി, 100 ഉണ്ടായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിനെ ഡിഅലോക്കേറ്റ് ചെയ്തു, ഫ്രീ യൂസ് ചെയ്ത് അതിനെ ഡിഅലോക്കേറ്റ് ചെയ്തപ്പോൾ അതിൽ എന്ത് ചെയ്യും, വാല്യൂ 0 ആണ്. കാരണം എന്താണ്, ഇൻറ്റിജറിന്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. അതിനെ ഡിഅലോക്കേറ്റ് ചെയ്തു, അതിനില്ല അവിടെ. ഓക്കെ, അപ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു malloc യൂസ് ചെയ്തിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, മെമ്മറി ഡിഅലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ യൂസറിനോട് ചോദിക്കാം എത്ര മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എത്ര യൂസറിന്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് കടക്കാൻ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. ബൈ.